हरे कृष्ण। जय राधा माधव कुंज बिहारी, जय गोपी जन वल्लभ गिरिवरधारी, यशोदानंदन व्रज जन रंजन, यमुना तीरावनचारी। जय राधा माधव कुंज बिहारी, गोपी जन वल्लभ गिरिवरधारी, यशोदनंदन ब्रज जन रंजन, यमुना तीरावनचारी। जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैता गदाधर शिवसरि गौर भक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। जय जय श्री चैतन्य जय नित्यानंद, जय अद्वैत चंद्र जय गौर भक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम ज्ञानतिमिरन्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप तथा मह्यं ददाति सदानुग्रहं वन्देहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुन् वैष्णवांश श्रीरूपं सागरजातं सर्वं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगुणललिता श्रीविशाखानिरांश। ये कृष्ण करुणा सिंधु दीनबंधु जगतपते गोपेश गोपिका कांद राधा कांद नमस्ते भक्त कांचन गौरंगी राधे वृंदावनेश्वरी सुभानुस्ते देवी प्रणमामि। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यश्च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। हरिः ओम सत् सत्। हरे कृष्ण चैतन्य ചരിതാമൃതം അധ്യായം 16 ആദിലീലയില് ശ്ലോകം 1, അതായത് മഹാപ്രഭുവിന്റെ കൈശോരി ലീലകൾ എന്ന ഈ അധ്യായത്തില് ആദ്യം തന്നെ അദ്ദേഹം ഇതിലെ അധ്യായത്തിന് ഇൻട്രൊഡക്ഷൻ തരുന്നത്, ഈ അധ്യായം പൂർണ്ണമായും ഭഗവാൻ ചൈതന്യന്റെ കൈശോര കാലത്തെ അഥവാ യൗവനം ആരംഭിക്കുന്നുണ്ട്. അത് കൃഷ്ണന്റെ പൗണ്ഡ്രംഗ കൈശോരി അങ്ങനെ ലീലകളുണ്ട്. അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ ഇവിടെ നടക്കുന്നുണ്ട്. തൊട്ടു മുമ്പുള്ള കാലത്തെ ലീലകൾ വർണ്ണിക്കുന്നു. ഈ സമയത്ത് അവിടുന്ന് അഗാധമായി പഠനത്തിൽ ഏർപ്പെടുകയും പണ്ഡിതന്മാർക്കുമേൽ വിജയം നേടുകയും ചെയ്തിരുന്നു. കൈശോര ലീലയിൽ ഭഗവാൻ ജലകേളികളിൽ ഏർപ്പെടുകയും ചെയ്തു. സ്വഗൃഹത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുകയും സാമ്പത്തികം മെച്ചപ്പെടുത്തുന്നതിനും ജ്ഞാനം പരിപോഷിപ്പിക്കുന്നതിനും സങ്കീർത്തന പ്രസ്ഥാനം അവതരിപ്പിക്കുന്നതിനുമായി പൂർവ്വ ബംഗാളിലേക്ക് പോയ ഭഗവാൻ അവിടെ കപന മിശ്രയെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിന്റെ ആധ്യാത്മിക പുരോഗതിക്ക് ആവശ്യമായ ഉപദേശം നൽകുകയും അദ്ദേഹത്തോട് വാരണാസിയിലേക്ക് പോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു പൂർവ്വ ബംഗാളിൽ പര്യടനം നടത്തുന്നതിനിടയിൽ അവിടുത്തെ പത്നി ലക്ഷ്മി ദേവി വേർപാടിന്റെ സർപ്പത്താൽ ദംശിക്കപ്പെടുകയും ഈ ലോകം ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. വീട്ടിൽ മടങ്ങിയെത്തിയ ഭഗവാൻ കണ്ടതും ലക്ഷ്മി ദേവിയുടെ മരണത്തിൽ ദുഃഖിതയായിരുന്ന തന്റെ അമ്മയെയാണ്. അവരുടെ അഭ്യർത്ഥന പ്രകാരം അവിടുന്ന് പിന്നീട് വിഷ്ണുപ്രിയെ വിവാഹം ചെയ്തു. പ്രശസ്ത പണ്ഡിതനായിരുന്ന കേശവ കാശ്മീരിയുമായി നടത്തിയ വാദം ഗംഗാമാതാവിനെ സ്തുതിക്കുന്ന പണ്ഡിതന്റെ പ്രാർത്ഥനകൾക്കും ഭഗവാന്റെ വിമർശനം ഈ അധ്യായത്തിൽ വിവരിക്കുന്നു. ഇവിടെ കേശവ കാശ്മീരി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു. ദിഗ്വിജയ് പണ്ഡിറ്റ് എന്നൊക്കെ പറയപ്പെടുന്നു അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹം തോൽക്കും. അപ്പൊ ഞാൻ തോറ്റു എന്ന് പണ്ഡിതന്മാര് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ദാസനായി മാറണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിരുന്നു. ഒക്കെ കേശവ കാശ്മീരി വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേശത്തുള്ള വിദ്വാൻമാരെന്ന് പറയപ്പെടുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠരൊക്കെ അവിടുന്ന് സ്ഥലം വിടും, പരിക്രമയ്ക്ക് പോവാണെന്ന് പറഞ്ഞ കാരണം. അപ്പൊ അത് തോറ്റ അവർക്കൊരു നാണക്കേടാകും. അപ്പൊ അദ്ദേഹം ആകെക്കൂടി ഒരു
ഒരു ഗമണ്ടായിരുന്നു. ഞാൻ ഒരു ഭയങ്കര പണ്ഡിതനാണെന്നുള്ള ആ ഒരു ഭാവത്തിലായിരുന്നു. അപ്പം മായാപൂര് ശരിക്ക് പറഞ്ഞാല് മായാപൂര് എന്ന് പറയുന്ന പേര് വളരെ പ്രാധാന്യമായിരിക്കുന്നു. മായ ബാധിക്കാത്ത പുരയാണ് മായാപൂര്. അപ്പോൾ മായ ഒരു കാരണവശാലും മായാപൂരിൽ ബാധകമല്ല. കാരണം അങ്ങനെയാണ് രാധാറാണി അത് നവദ്വീപില് മായാപൂർ പ്രത്യേകം സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് മായാപൂർ എന്ന് പറയപ്പെടുന്നത്. അപ്പൊ അവിടെ വരികയും മഹാപ്രഭു കുളി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇദ്ദേഹം വന്ന് തർക്കത്തിന് പോകുന്നു. അദ്ദേഹം ആദ്യം നിന്നില്ല. അങ്ങനെ ഗംഗാമാതയെ വർണ്ണിക്കുന്ന തർക്കം ചെയ്യുന്നു. അദ്ദേഹം തോൽക്കുന്നു. അവസാനം പോയി രാത്രി പറഞ്ഞിട്ട് സരസ്വതി ദേവി സ്വപ്ന ദർശനം കൊടുക്കുന്നു. കാരണം ഇദ്ദേഹത്തിന് ഒരു വരം സരസ്വതി ദേവി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരിലും സംവാദത്തിൽ തോൽക്കത്തില്ല, ഞാൻ എപ്പോഴും നിന്റെ നാവിൽ കളിയാടുമെന്ന. അപ്പോൾ സരസ്വതി ദേവിയോട് പ്രാർത്ഥിച്ചു, നിങ്ങൾ എന്നെ കൊണ്ട് നിർത്തിയത് എവിടെയാണ്? ഞാൻ തോറ്റുപോയല്ലോ. അപ്പോഴാണ് സരസ്വതി ദേവി പറയുന്ന, മഹാഭാവി, നീ ആരുടെ മുമ്പിലാണ് എന്നെ കൊണ്ട് നിർത്തിയെന്ന് എനിക്കറിയാമോ? സാക്ഷാൽ ലോകൈകനാഥനായ ഭഗവാൻ ചൈതന്യനാണ്. അദ്ദേഹമാണ് ഈ ലോകത്തിന്റെ വിശ്വംഭരൻ. ആ വിശ്വത്തിന്റെ വിശ്വത്തെ ആവിഷ്കാരണം ചെയ്ത് വിശ്വംഭരൻ, വിശ്വത്തിന്റെ അധിപനായ അദ്ദേഹത്തിന് മുമ്പിൽ എന്നെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറയുകയും അദ്ദേഹത്തോട് പറയുന്നുണ്ട് പോയി മാപ്പ് ചോദിക്കാൻ. അങ്ങനെ അദ്ദേഹം വന്ന് ചൈതന്യ മഹാപ്രഭുവിനോട് മാപ്പ് ചോദിക്കുകയും അദ്ദേഹം അന്ന് തൊട്ട് ഭയങ്കര പണ്ഡിതനായി മാറി ചൈതന്യ അറിയപ്പെട്ട വ്യക്തിയായി മാറുന്നു. നിമായി, അതുവരെ നിമായി ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ലീലകളാണ് അദ്ദേഹത്തിന് പറയുന്നത്. ഇങ്ങനെ ഇവിടെ അപ്പൊ വിഷ്ണുപ്രിയെ പിന്നെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ ഗംഗാമാതാവിനെ സ്തുതിക്കുന്നു. പണ്ഡിതന്റെ പ്രാർത്ഥനകൾക്കുള്ള ഭഗവാന്റെ വിമർശനം ഈ അധ്യായത്തിൽ വിവരിക്കുന്നു. ഈ പ്രാർത്ഥനകൾ ഭഗവാൻ 5 തരത്തിലുള്ള സാഹിത്യ അലങ്കാരങ്ങളും 5 തരത്തിലുള്ള സാഹിത്യ ദോഷങ്ങളും കണ്ടെത്തുകയും അങ്ങനെ പണ്ഡിതനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. രാജ്യത്തുടനീളം വിജയായി അറിയപ്പെട്ടിരുന്ന കാശ്മീരി പണ്ഡിറ്റ് പിന്നീട് വിദ്യാദേവതയ്ക്ക് സ്വയം സമർപ്പിക്കുകയും ദേവിയുടെ ആജ്ഞപ്രകാരം അടുത്ത ദിവസം രാവിലെ മഹാപ്രഭുവിനെ കണ്ടുമുട്ടുകയും അവിടെ നിന്ന് ശരണം പ്രാപിക്കുകയും ചെയ്തു. ഇനി ശ്ലോകത്തില് ഒന്നാമത്തെ ശ്ലോകം, കൃപാ സുധാ സരി യസ്യ വിശ്വം അപ്ലാവ യന്ത്യാപി നീജഗൈവ സദാ ഭാതി തം ചൈതന്യ പ്രഭു ഭജേ. പദാനുപദ തർജ്ജിമ. കൃപാസുധ, കാരുണ്യാമൃതത്തിന്റെ, സരിൽ നദി, യസ്യ ആരുടെ, വിശ്വം വിശ്വം, അപ്ലാവയന്തി കര കവിഞ്ഞൊഴുകുന്നു, അപി എങ്കിലും, നീചഗൈവ പാവങ്ങളോടും പതിതരോടും കൂടുതൽ താല്പര്യമുള്ള, സദാ എല്ലായ്പ്പോഴും, ഭാതി പ്രകാശിക്കുന്നു, തം അദ്ദേഹത്തെ, ചൈതന്യ പ്രഭുവിനെ ഭജിക്കുന്നു. വിവർത്തനം ശീല പ്രഭാത് കി ഗുരുദേവിക്ക് ജയ് പ്രമാനന്റെ ഗുരുദേവി. ആരുടെ അമൃതതുല്യമായ കാരുണ്യമാണോ വിശ്വപ്രപഞ്ചത്തെ പ്രളയത്തിലാഴ്ത്തി ഒരു മഹാനദി പോലെ പ്രവഹിക്കുന്നത്, ആ ചൈതന്യ മഹാപ്രഭുവിനെ ഞാൻ ആരാധിക്കുന്നു. ഒരു നദി താഴേക്ക് പ്രവഹിക്കുന്നത് പോലെ അവിടുന്ന് പതിതാത്മാക്കളിൽ പ്രത്യേക താല്പര്യം കാട്ടുന്നു. അപ്പൊ മഹാപ്രഭു പതിതാത്മാക്കളെ നമോ മഹാവധന്യായ കൃഷ്ണപ്രേമപദായ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനെ ഗൗരതിശയണമോണമാണെന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹം വളരെ പതിതാത്മാക്കളായ ജീവാത്മാക്കളെ ഉയർത്തുവാനായിട്ട് അവരുടെ ജാതിയോ മതമോ അവരുടെ വർണ്ണമോ ആശ്രമോ ഗോത്രമോ ഇതൊന്നും നോക്കാതെ ആണ് അദ്ദേഹം പ്രേമം സർവചരാചരങ്ങൾക്കും വാരി വിതറി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഈ മഹാപ്രഭുവിന്റെ എപ്രകാരം നദി ഒഴുകുമ്പോൾ അതില് ഒരു കല്ല് ആ നദിയിലെ വെള്ളം എല്ലാം ഒഴുക്കി ആ ഒഴുക്കിലെ വെള്ളത്തിൽ ഒരു കല്ലും ഉരുട്ടി കൊണ്ടുപോയി സമുദ്രത്തിൽ ഇടുന്നു. അപ്രകാരം നമ്മളും മഹാപ്രഭുവാകുന്ന ഈ നദിയുടെ ആ പ്രേമ ഭാവത്തില് ഈ നദിയുടെ ഒരു കല്ലായി മാറിയിട്ട് നമുക്ക് ആ പ്രേമത്തിന്റെ സമുദ്രത്തിലേക്ക് നമ്മളെയും അദ്ദേഹം ഒഴുക്കിക്കൊണ്ടെത്തിക്കും. അപ്പം സമുദ്രം കൃഷ്ണനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ലീലയിൽ നമ്മൾ വളരെയധികം ആസക്തരായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഗൗരംഗ നിത്യാനന്ദ എന്ന ശബ്ദം ഏതൊരു വ്യക്തി പറയുന്നോ ആ വ്യക്തിയുടെ കോളറിൽ യമദേവൻ പിടിക്കില്ല എന്നാണ് പറയുന്നത്. അഥവാ
ഏതൊരു വ്യക്തി ഗൗരംഗ നിത്യാനന്ദ എന്ന് ഭജിക്കാത്ത ഒരു വ്യക്തിയുടെ കോളറിൽ പിടിച്ചുകൊണ്ടുപോയി ആ ഈ യമദേവൻ നരകത്തിൽ കൊണ്ടെത്തിക്കുമെന്നാണ് ശാസ്ത്രം പറയപ്പെടുന്നത്. വളരെ അത്രയ്ക്കോളം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് നാം ഓരോരുത്തരും എന്നുള്ള വസ്തുതയും നാം മനസ്സിലാക്കണം. കാരണം നമുക്ക് ഗൗരംഗ എന്ന് ശരിക്കും പറയുന്നുണ്ട്, ആചാര്യന്മാർ പറയുന്നുണ്ട്, ഓരോ വ്യക്തിയും ഭഗവത്ഗീത ആയിക്കോട്ടെ ഭാഗവതം ആയിക്കോട്ടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് മനഃപൂർവ്വം ഗൗരനിത്തായുടെ പേരെങ്കിലും പറയണം. കാരണം അത് അവരുടെ ചെവിയിൽ കയറുമ്പോൾ അവർക്ക് ശ്രോതാക്കൾക്ക് എന്നും അതൊരു ഗുണം ചെയ്യും, ജന്മജന്മാന്തരങ്ങളിൽ ഗുണം ചെയ്യുമെന്നാണ് ആചാര്യന്മാർ പറയപ്പെടുന്നത്. ഇവിടെ ഇവിടെ പറയുന്നുണ്ട്, നരോത്തമദാസ് ഠാക്കൂർ പറയുന്നു, ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു ദയാ കരോ മോരെ. അപ്പൊ നമുക്കറിയാം, രാവിലെ നമ്മൾ പാടുന്നുണ്ട് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു ദയാ കരോ. അപ്പൊ അദ്ദേഹത്തിന്റെ ദയ വളരെ അത്യാവശ്യമാണ്. അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് പതിതാത്മാക്കളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി പ്രത്യക്ഷനായ കരുണാവതാരമാണ്. ഒരാൾ എത്ര പതിതനാണോ അത്രത്തോളം മഹാപ്രഭുവിന്റെ അനുഗ്രഹം അവൻ അർഹിക്കുന്നു. ഒരുവന് അതിന് ആത്മാർത്ഥതയും കാര്യഗൗരവമുള്ളവനായിരിക്കണമെന്ന് മാത്രം. ഈ കലിയുഗത്തിന്റെ ദോഷങ്ങളാൽ മലിനപ്പെട്ട ഒരാൾ പോലും ചൈതന്യ മഹാപ്രഭുവിന് ശരണം പ്രാപിക്കുന്ന പക്ഷം അവിടുന്ന് ഉറപ്പായും അവനെ മോചിപ്പിക്കും. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം ജഗായി മതായുമാണ്. നമുക്കറിയാം, ജഗായി മതായി ശരിക്കും ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമാണ്. അതായത് കൃഷ്ണലീലയില് ഹിരണ്യകശിനും ചൈതന്യ ലീലയില് ജഗായി മതായുമാണ്. നമുക്കറിയാം നിത്യാനന്ദ പ്രഭു. ഇവിടെ വലിയൊരു വാല്യുവായ ഒരു പോയിന്റ് ഉണ്ട്. നിത്യാനന്ദ പ്രഭു ഒരാൾക്ക് കൃഷ്ണകൃപ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കൃഷ്ണകൃപ കിട്ടത്തില്ല, ചൈതന്യകൃപ കിട്ടത്തില്ല. അതേസമയം ചൈതന്യ മഹാപ്രഭു ഒരാൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാലും നിത്യാനന്ദ പ്രഭു കൊടുക്കും. അപ്പൊ നിത്യാനന്ദ പ്രഭു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു കൊടുക്കും. അവിടെയാണ് അപ്പൊ നിത്യാനന്ദ പ്രഭുവാണ് ജഗായി മതായി എന്ന് പറയുന്ന ഈ അസുരന്മാർക്ക് രണ്ടിനും മോക്ഷം കൊടുക്കുന്ന. നോക്കിയോ, ബ്രാഹ്മണരായിരുന്നിട്ട് കൂടിയും അതായത് വേദിക് ശാസ്ത്രത്തിൽ ഉൾക്കൊള്ളാത്ത രീതിയിലുള്ള പ്രവൃത്തിയിൽ കൂടി ജീവിക്കുകയും വളരെ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഒരു ലെവലേശം പോലും അവരുടെ പരിസരത്ത് പോലും പോകാതെ ജീവിച്ചിട്ടുള്ള, വളരെ ആരെയും മർദ്ദിക്കാൻ കിട്ടിയില്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ മർദ്ദിച്ച് മദ്യപാനികളും വീട് തീവെക്കുകയും സ്ത്രീകളുടെ മാനം അപഹരിക്കുകയും അന്ന് വേണ്ട കൊലപാതകം ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള മോഷണം ചെയ്യുക എന്ന് വേണ്ട എല്ലാ നികൃഷ്ട പ്രവൃത്തികളും ചെയ്തിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഭയമാണ്. ജഗായി മതായി വരുന്നെന്ന് പറയുമ്പോൾ അവരെല്ലാം നാട്ടുകാരെല്ലാം കടയോ ഒക്കെ ഉണ്ട് അടച്ചിട്ട് ഓടിപ്പോവുക. അങ്ങനെയൊക്കെയുള്ള ആ ജഗായി മതായിയുടെ അവർക്ക് നിത്യാനന്ദ പ്രഭു മോക്ഷം കൊടുക്കുന്നു. അങ്ങനെ അവര് തലയ്ക്ക് ഈ കയ്യിലുള്ള ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിന്റെ കയ്യില് ലോട്ട പിടിച്ചിട്ട് അതിന്റെ തലയ്ക്കടിക്കുന്നു. അപ്പോ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു അറിയാതെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിന് സുദർശന ചക്രം വരുന്നു. അപ്പോൾ നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭുവിന്റെ പാദത്തിൽ വീണിട്ട് പറഞ്ഞു, അങ്ങ് നമോ മഹാവദന്യായ കൃഷ്ണപ്രേമ പദായതേ. പതിതാത്മാക്കൾക്ക് കൃഷ്ണപ്രേമം കൊടുക്കാനായിട്ട് വന്നതാണ്, അങ്ങ് ആരെയും വധിക്കാനായിട്ട് വന്നതല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് സുദർശന ചക്രം തിരിച്ചു വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വിളിച്ചു. അങ്ങനെ അദ്ദേഹം ഈ ജഗായി മതായിയെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോ തൂവെള്ളയായിരുന്ന വളരെ വെളുവിളാന്ന് വെളുത്തിട്ടുള്ള ആ കൃഷ്ണന്റെ അതായത് ബലരാമന് അല്ലെങ്കിൽ നിത്യാനന്ദ പ്രഭു ശരിക്കും കറുത്തുപോയി. ജഗായി മതായുടെ ആ ശരീരത്തെ പാപങ്ങളെല്ലാം സ്വീകരിച്ചു. അപ്പോൾ അതാണ് നിത്യാനന്ദ പ്രഭു, അതായത് ബലരാം ഗുരു തത്വമാണെന്ന് പറയുന്ന കാര്യം. നാം ഓരോരുത്തരുടെയും ജന്മജന്മാന്തങ്ങളിലുള്ള സർവ പാപങ്ങളും ആധ്യാത്മിക ഗുരുനാഥൻ സ്വീകരിച്ച് നമ്മളെ അഭിഷേകം ചെയ്ത് ശുദ്ധമാക്കി നമ്മൾക്ക് ഭഗവത് നാമവും ഞാൻ ഒരിക്കലും ജഗസാക്ഷി പ്രഭുവിനോട് ചോദിച്ചു, പ്രഭു എന്തിനാണ് ഈ ദീക്ഷാ സമയത്ത് ഇങ്ങനെയുള്ള പേര് തരുന്നത്? അപ്പൊ അദ്ദേഹം എനിക്ക് മറുപടി തന്നതാണ്, നാം എല്ലാവരും ഗോലോകത്തു നിന്ന് വന്നതാണ്. സോറി, ഹരേ കൃഷ്ണ. നാം എല്ലാവരെയും വിളിക്കപ്പെടുന്ന നാമമാണ് ആധ്യാത്മിക ഗുരുനാഥൻ തന്നെ. അതപ്പം
ഇപ്പൊ എൻ്റെ പേര് രവി ഗൗരംഗദാസ് എന്ന്, ഗൗരംഗദാസ് എന്നാണ് എന്നെ മുമ്പ് ഗോലോകത്തിൽ വിളിച്ചിരുന്നത്. അപ്പൊ അതേമാതിരി നമുക്ക് അവിടുന്ന് വന്ന പേര് ആണ് അദ്ദേഹം തരുന്നത്. നമ്മളെ ശുദ്ധമാക്കിയിട്ട് വീണ്ടും നമ്മൾ അത് ഒരിക്കലും പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ കഴിവതും നമ്മൾ നോക്കണം. അപ്പൊ അങ്ങനെയാണ് ഗുരുതത്വം എന്ന് പറയുന്ന ബലരാമാണ്. അപ്പൊ അദ്ദേഹം ഈ ജഗായ് മതായിക്ക് മോക്ഷം കൊടുക്കുന്നു, ചൈതന്യ മഹാപ്രഭു അംഗീകരിക്കുന്നു. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന് ആരംഭം കുറിക്കപ്പെട്ട സങ്കീർത്തന പ്രസ്ഥാനം എപ്പോഴും മഹാനദി പോലെ ലോകം മുഴുവൻ കരകവിഞ്ഞൊഴുകുകയാണ്. അപ്രകാരം എല്ലാ പതിതാത്മാക്കളെയും മുക്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി അവരെയെല്ലാം വിജയകരമായി ഉദ്ധരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ, പ്രീച്ചിങ് മൂവ്മെന്റ് ആണ് നമ്മുടെ മൂവ്മെന്റ്. അപ്പം നമ്മൾ ഈ ലോകത്തിലുള്ളവരെ എല്ലാവരെയും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രഭാതി പറയുന്ന നമ്പർ 1 സിറ്റിസൺ ആക്കുക, അതായത് ബ്രാഹ്മണനാക്കുക, ദ്വിജനാക്കുക എന്നാണ് പറയുന്നത്. ഇനി കൃഷ്ണലീലയും ചൈതന്യ ചരിതാമൃതവും തമ്മിലൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം. കലേർദോഷേ നിതേരാജൻ ഹസ്തിഹി മഹാൻ ഗുണ കീർത്തന ദേവ കൃഷ്ണസ്യ മുക്ത സംഘ പരം വിജയതേ. നമുക്കറിയാം അല്ലയോ, രാജൻ ഒരേ ഒരു ദോഷമുണ്ട്, അതായത് കലിയുഗത്തിലെ സർവമാന ദോഷങ്ങളിടയിൽ ഒരേ ഒരു ഗുണമുണ്ട്. മൊത്തവും ദോഷമാണ്, എന്നാൽ അതിൽ ഒരേ ഒരു ഗുണമാണ്. എന്താണ്? ഭഗവത് കീർത്തനത്താൽ സർവപാപങ്ങളിൽ നിന്നും മുക്തരായി ആ മോക്ഷത്തിന്റെ പരമപദത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് പറയുന്നത്. അതാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ടല്ലോ, ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമേവ കേവലം കലോ നാസ്തേവ ഗതിർ അന്യത. ഹരിനാമമല്ലാതെ കലിയുഗത്തിൽ വേറൊരു വഴിയില്ല, ഗത്യന്തരമില്ല. 3 തവണയാണ് അദ്ദേഹം പറയുന്നത് വഴിയില്ല എന്നുപോലെ. അങ്ങനെ ഭൂമിദേവി ഭയങ്കരമായും സന്തോഷിക്കുന്ന കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒരുപാട് ദുഷ്ടന്മാർ ഈ ഭൂമിയുടെ മുകളിൽ കൂടി നടക്കുന്നു, എന്നാൽ ഇതിന്റെ ഇടയിൽ ശുദ്ധഭക്തൻ നടക്കുന്നു. ആയതിനാൽ ഭൂമിദേവി സന്തോഷിക്കുന്നു. ഗുരുവർഗ, അതായത് ഈ ഗുരുവർഗ അവരെ ഗംഗാമ്മ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം സർവ്വ ആൾക്കാരുടെയും പാപം സ്വീകരിക്കുന്ന ഗംഗാമ്മയാണ്. എന്നാൽ ഈ ഗംഗാമ്മയുടെ പാപം സ്വീകരിക്കുന്നതും അവരെ ശുദ്ധമാക്കുന്നതും ശുദ്ധഭക്തനും. അപ്പൊ ഇത്രയും പാപങ്ങൾ സ്വീകരിക്കുന്ന ഗംഗാമായിൽ ഒരു ശുദ്ധഭക്തൻ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ ആ ഗംഗ ശുദ്ധമായി. അപ്പോൾ ഒരു ശുദ്ധഭക്തന്റെ പവിത്രത ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയുള്ള ശുദ്ധഭക്തന്മാർ ഈ പാപികളായവർ നടന്നുള്ള ആ ഭൂമിയിൽ കൂടി ഒരു ശുദ്ധഭക്തന്റെ പാദകമലം സമർപ്പിതമായി കഴിഞ്ഞാൽ ഭൂമിദേവി സന്തോഷിക്കുന്നു, ഭൂമാത സന്തോഷിക്കുന്നു. അതാണ് ഗുരുവർഗ. ഭഗവത്ഗീത ഭഗവാന്റെ വാക്കാണ്, ഭാഗവതം കൃഷ്ണന്റെ പ്രവർത്തികൾ. എന്നാൽ ചൈതന്യ ചരിതാമൃതം കൃഷ്ണൻ ഹൃദയത്തിൽ കയറുന്നു. കാരണം ചൈതന്യ ചരിതാമൃതം പഠിപ്പിക്കുന്നു കൃഷ്ണന്റെ ഹൃദയത്തിൽ എന്താണ് ചിന്തിക്കുന്നത് എന്ന്. ചൈതന്യ മഹാപ്രഭു ചൈതന്യ ചരിതാമൃതം നമ്മളെ പഠിപ്പിക്കുന്നത് കൃഷ്ണന്റെ തന്നെ ഹൃദയത്തിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് ചൈതന്യ ചരിതാമൃതം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ അമാക്കെ ആനന്ദദീപേ ആച്ചേ കോൻദ്ര എന്ന് വെച്ചാൽ കൃഷ്ണ ചിന്തിക്കുന്നു, ഞാൻ രസോ വൈ സഹ, ആനന്ദ സ്വരൂപം, എല്ലാ രസത്തിന്റെയും സ്രോതസ്. ഭഗവത്ഗീത ഭാഗവതം എല്ലാ ഗ്രന്ഥവും മനസ്സിലാക്കി തരുന്നത് ചൈതന്യ ചരിതാമൃതമാണ്. ഇതെല്ലാം അതാണ് പ്രഭുപാദ് പറയുന്നത്. ഇത് ഡോക്ടറേറ്റ് ആണ്, PhD ആണ് എന്ന്. അങ്ങനെ ചൈതന്യ ചരിതാമൃതം നിത്യ കരോ പാൻ, ദിവസവും ചൈതന്യ ചരിതാമൃതം കുടിക്കൂ. ജാഹേ ഹൊയ്ത്തെ പ്രേമ ആനന്ദ ഭക്തി തത്വജ്ഞാൻ. ചൈതന്യ ചരിതാമൃതം പഠിക്കുമ്പോൾ ഹൃദയത്തിൽ ഭക്തി ഉണ്ടാകുന്നു, തലയിൽ നോളജ് ഉണ്ടാകുന്നു, ആത്മസാക്ഷാത്കാരം ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഈ ചൈതന്യ മഹാപ്രഭു പഠിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ്? അവന്റെ ഹൃദയത്തിൽ ഭക്തി ഉദിക്കുന്നു, പ്രേമഭക്തി ഉണ്ടാകുന്നു. അവന്റെ തലയിൽ നോളജ്, ബുദ്ധി ഉണ്ടാകുന്നു, ആത്മസാക്ഷാത്കാരം ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇതാണ് ചൈതന്യ ചരിതാമൃതത്തിന്റെ മഹിമ പഠിക്കുന്നത് കൊണ്ട്.
ഉണ്ടാകുന്നു. ചൈതന്യ ചരിതാമൃത ഗൗഡിയ ഗ്രന്ഥരാജ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ചൈതന്യ ചരിതാമൃതത്തെ വിളിക്കുന്ന ഗൗഡിയ ഗ്രന്ഥരാജ് എന്നാണ് വിളിക്കപ്പെടുന്നത്. പ്രഭുപാദർ എല്ലാ ഗ്രന്ഥത്തിന്റെ പരിഭാഷ നിർത്തിയിട്ട് ചൈതന്യ ചരിതാമൃതം പരിഭാഷ ചെയ്തു. അപ്പൊ പ്രഭുപാദ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു ഭയം ഉണ്ടായിരുന്നു. കാരണം ഭാഗവതത്തിൽ ഒരുപാട് ആൾക്കാർ ഭാഗവതത്തിൽ സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്. ചൈതന്യ ചരിതാമൃതത്തില് കൃഷ്ണ കവിരാജ് ഗോസ്വാമി മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഇംഗ്ലീഷിൽ പരിഭാഷയാക്കിയിട്ടില്ല. അപ്പൊ പ്രഭുപാദ് ഭാഗവതം താൽക്കാലം പരിഭാഷ ചെയ്യുന്നത് നിർത്തിയിട്ട് ചൈതന്യ ചരിതാമൃതം എഴുതി. കാരണം തൻ്റെ ശരീരം വെടിയുന്നതിന് മുമ്പ് ചൈതന്യ ചരിതാമൃതം തീർക്കണമെന്ന് പ്രഭുപാദിന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം രാവും പകലും കഷ്ടപ്പെട്ട് ചൈതന്യ ചരിതാമൃതം എഴുതുകയായിരുന്നു ചെയ്തത്. നോക്കൂ, പ്രഭുപാദ് പിന്നീടാണ് ഭാഗവതത്തിലോട്ട് കയറി. അപ്പോഴും 10ാമത്തെ സ്കന്ധം കുറച്ച് കഴിയുമ്പോഴത്തേന് അദ്ദേഹത്തിന്റെ ശരീരം വെടിഞ്ഞു. ആ പ്രഭുപാദിന്റെ കൃപയാലാണ് നമ്മൾ എല്ലാവരും ഇന്ന് ചൈതന്യ ചരിതാമൃതം യഥേഷ്ടം പഠിക്കുന്നതും ആ കൃഷ്ണന്റെ പാദകമലത്തിൽ അവരവരുടെ കഴിവിനനുസരിച്ച് ശരണാഗതി പ്രാപിക്കുന്നതും. ഇവിടെ ശങ്കരാചാര്യർ പറയുന്നു, ഭഗവത് ഗീത കിഞ്ചിന ഗീത ഗംഗാജല ഖണിക പീത സകൃത് ഏവ മുരാരി സമർച്ച ക്രിയതേ തസ്യാന ഏമേന ചർച്ച. ഏത് വ്യക്തി ഭഗവത്ഗീത പഠിച്ചാൽ ആ വ്യക്തി യമദേവനുമായി ചർച്ച ചെയ്യേണ്ടി വരില്ല. അപ്പം ഭഗവത്ഗീത നിർബന്ധമായിട്ടും ഒരു വ്യക്തി പഠിക്കണം. ഭാഗവതം നിർബന്ധമായിട്ടും ഒരു വ്യക്തി പഠിച്ചിരിക്കണം. ചൈതന്യ ചരിതാമൃതം നിർബന്ധമായിട്ടും ഒരു വ്യക്തി പഠിക്കണം. എപ്രകാരം ഭഗവത്ഗീത ഒരു വ്യക്തി പഠിക്കുന്നുണ്ടോ ആ വ്യക്തിക്ക് ഒരു കാരണവശാലും യമദേവനുമായിട്ട് ചർച്ച ചെയ്യേണ്ടി വരുന്നില്ല എന്ന് തീർത്തും ആര് പറയുന്നു? ശങ്കരാചാര്യർ പറയുന്നു. ഭാഗവതം ഏത് വൈഷ്ണവനാ പ്രിയം, ഭാഗവതം ഏത് വൈഷ്ണവനാം പ്രിയം. ഭാഗവതം ദാസ്യഭാവം, സാഖ്യഭാവം, വാത്സല്യഭാവം, മാധുര്യഭാവം തരുന്നു. എന്നാൽ ഒരാൾക്കൊന്നു മാത്രം മതി പ്രയാസം. ശ്രീമദ് ഭാഗവതം പ്രേമസ്വരൂപം. പ്രേമം എന്നാൽ ഡിവൈൻ ലവ്, എന്നാൽ രണ്ട് വേണം. അപ്പം ഒരാളെ സ്നേഹിക്കുന്ന നമ്മൾ എവിടെ പ്രേമമുണ്ടോ അവിടെ രണ്ട് വേണം. അതായത് പ്രേമിക്കാൻ ഒരാൾ വേണം, തിരിച്ചു പ്രേമിക്കാൻ ഒരാൾ വേണം. അത് ആണായാലും പെണ്ണായാലും വസ്തുവായാലും മൃഗമായാലും എന്തുവായാലും രണ്ട് വേണം. കാരണം എന്തുകൊണ്ട് എന്നാൽ രണ്ട് വേണം, ലവറും ബിലവറും വേണം. കാരണം ഒറ്റയ്ക്കായാൽ സംബന്ധരസം ഇല്ല. അപ്പൊ എവിടെ ഒറ്റയ്ക്കാകുന്നു അതുകൊണ്ട് സംബന്ധരസമില്ല. അതുകൊണ്ടാണ് ശരിക്കും പറയുന്നത് ഒരു കുട്ടികളിൽ കൂടുതൽ വീട്ടിൽ വേണം എന്ന് പറയുന്നത്. നമ്മൾ ഇന്നെല്ലാം ഒന്നാക്കി മാറ്റി. ശരിക്കും ഒരു കുട്ടികളിൽ കൂടുതൽ വേണം. കാരണം സംബന്ധരസമില്ല, സ്വാർത്ഥത ആകത്തില്ല. അപ്പൊ ഒരു കുട്ടിയെ ഉള്ളെങ്കിൽ അവർ സ്വാർത്ഥനായി പോകും, സംബന്ധരസം വരുന്നില്ല. അപ്പൊ കാരണം ഒറ്റയായാൽ സംബന്ധരസമില്ല. ഇവിടെ മെലോ ഇല്ല. ശ്രീമദ് ഭാഗവതം ആശ്രയതത്വം നമുക്കറിയാം. അവസാനത്തെ തത്വമാണ് ആശ്രയതത്വം. ചൈതന്യ ചരിതാമൃതം ഗൗഡിയ വൈഷ്ണവ ഗ്രന്ഥരാജാണ്. ഈ ചൈതന്യ ചരിതാമൃതം എന്താണെന്ന് പറഞ്ഞാൽ ഗൗഡിയ വൈഷ്ണവ ഗ്രന്ഥരാജാണ്. ഗൗരംഗേര മധുര ലീല, നരോത്തമദാസ് പറയുന്നതാണ്. ജാരേ കർണ പ്രവേശില ഹൃദയ നിർമ്മല ഫേലോധ എന്ന് വെച്ചാൽ ഗൗരംഗയുടെ മധുരലീല കർണത്തിൽ പ്രവേശിച്ചാൽ, ഏതൊരു വ്യക്തിയുടെ കർണത്തിൽ ഗൗരംഗന്റെ മധുരലീല പ്രവേശിച്ചാൽ ഹൃദയം നിർമ്മലമാകുമെന്നാണ് പറയുന്നത്. അപ്പൊ ഏതൊരു വ്യക്തിയുടെ കർണത്തിൽ ഗൗരംഗ ലീല പ്രവേശിച്ചാൽ ആ വ്യക്തിയുടെ ഹൃദയം നിർമ്മലമാകുമെന്നാണ് നരോത്തമദാസ് പറയുന്നത്. നിർമ്മലമാകും. ഗൗരംഗ എന്ന ഒരു വ്യക്തി വിളിച്ചാൽ ഉടനെ ഹൃദയത്തിൽ പ്രേമമുദിക്കും. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, ചുമ്മാതൊക്കെ ഇരിക്കുമ്പോൾ ഗൗരംഗ നിത്യാനന്ദ നിത്യാനന്ദ, ഗൗരംഗ ഗൗരംഗ നിത്യാനന്ദ നിത്യാനന്ദ, ഗൗരംഗ ഗൗരംഗ നിത്യാനന്ദ എന്നൊക്കെ വിളിക്കേണ്ടത്. അപ്പൊ എന്താണ്? അവന്റെ കഠിനമായ ഹൃദയം വളരെ നിർമ്മലമാകും. നിർമ്മല ഹൃദയത്തിലാണ് ബട്ടർ മാതിരിയായിരിക്കണം ഒരു ഭഗവാന്റെ ഭക്തന്റെ ഹൃദയം എന്ന് പറയും. നമ്മുടെ ഹൃദയം കരിങ്കല്ലാണ്. അപ്പൊ ഭഗവാന്റെ ഭക്തന്റെ ഹൃദയം എപ്പോഴും ബട്ടർ മാതിരി. കൊച്ചുകുട്ടികളുടെ സ്വഭാവമായിരിക്കും ശുദ്ധഭക്തന്റെ. കൊച്ചു കുഞ്ഞുങ്ങൾ കോമളമായ സ്വഭാവമായിരിക്കും. അപ്പം ക്രിയൈവ ബനയിതേ ധാക്കേ ഹാ ഗൗരംഗ പോലെ ധാക്കേ ഗൃഹൈവ ബാനേ ധാക്കേ ഹാ ഗൗരംഗ പോലെ ധാക്കേ നരോത്തമ
മാരെ സംഘ എന്നുവെച്ചാൽ ഒരു വ്യക്തി ഏത് സാഹചര്യത്തിലും ഗൗരംഗ എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ നരോത്തമദാസ് താക്കൂർ പറയുന്നു ആ വ്യക്തിയുടെ കൂടെ എൻ്റെ സംഘമുണ്ടാകും. ഏതൊരു വ്യക്തി ഏത് സാഹചര്യത്തിലും ഏത് പരിതസ്ഥിതിയിലും ഒരു വ്യക്തി ഗൗരംഗ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കൂടെ ഞാൻ ഉണ്ടാകും. ആരുണ്ടാകും എന്നാ പറയുന്നത്? നരോത്തമദാസ് താക്കൂർ. എൻ്റെ സംഘം ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. കാരണം ലോചനദാസ് താക്കൂർ പറയുന്നു നിത്തായ് ഗൗര നാം ആനന്ദേരധാം ജയ് ജയനോ നഹി ലോ താര യമരായ് ലോരെ ധായ് നരോ കെ ദുപായേക നരോ കെ ദുപായേക എന്ന് വെച്ചാൽ നിത്തായ് ഗൗരനാമം ആനന്ദത്തിന്റെ ഭണ്ഡാരം തരും. അതുകൊണ്ടാണ് നമ്മൾ നിത്തായി എന്ന് പറയുന്നത്. നിത്യാനന്ദ പ്രഭു ജ്യേഷ്ഠനായതുകൊണ്ട് നിത്യാനന്ദ ഗൗരംഗ, നിത്യാനന്ദ ഗൗരംഗ, ഗൗര നിത്തായ്, ഗൗര നിത്തായ് എന്നെല്ലാം നമ്മൾ പറയുന്നത്. കാരണം ആനന്ദത്തിന്റെ ഭണ്ഡാരമാണ്. ഏത് വ്യക്തി നിത്തായ് ഗൗരംഗ നാമം ചൊല്ലിയില്ല എങ്കിൽ എന്താണ് കുഴപ്പം? യമരാജ് കോളറിൽ പിടിച്ച് കൊണ്ടുപോകും, നരകത്തിൽ മുക്കും. അപ്പോ ഒരു വ്യക്തി നിത്തായ് ഗൗരംഗ എന്ന് പറഞ്ഞില്ലെങ്കിൽ യമരാജ് പൊക്കിക്കൊണ്ടുപോകും കോളറിൽ പിടിച്ചുകൊണ്ട്, എന്നിട്ട് നരകത്തിൽ കൊണ്ടുമുക്കും. കാരണം എന്താന്ന് വെച്ചാൽ നിത്യാനന്ദ പ്രഭുവിന്റെയും ഗൗരംഗന്റെയും ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഒരു വ്യക്തി വേലക്കാരനോ വേലക്കാരിയായിട്ട് വരുന്നു. ആദ്യത്തെ ദിവസം നമ്മൾ ആ മസിൽ പിടിച്ചിങ്ങനെ നിൽക്കും. യജമാനല്ല നമ്മുടെ വീട്ടിൽ ജോലിക്ക് വന്ന ആളാ മസിൽ പിടിച്ച് നിൽക്കും. അവരും നമ്മുടെ അടുക്ക മസിൽ പിടിച്ചിരിക്കും, സാറേ സാറേ എന്നൊക്കെ വിളിച്ച്. കുറെ ദിവസം സ്ഥിരമായിട്ട് വന്നു കഴിയുന്ന ഉടനെ പതുക്കെ ആ മസിൽ പിടുത്തം നമ്മുടെയും കഴിയും അവരുടെയും കഴിയും. അപ്പൊ പിന്നെ നമ്മൾ കൂടുതൽ അവരോട് സംസാരിക്കാൻ തുടങ്ങും, അവർ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു അംഗമായി മാറും, നമ്മൾ അവരിൽ ഒരാളായി മാറും. അങ്ങനെ പിന്നെ നമുക്ക് അവരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആളായി. ഇതാണ് ഗൗരനിത്തായി ചെയ്യുന്നത്. കാരണം ഗൗരനിത്തായുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കുമ്പോൾ അവരുമായിട്ടുള്ള അസോസിയേഷനിൽ കൂടി നമ്മൾ ദാസ്യഭാവത്തിൽ നിന്ന് സാഖ്യഭാവത്തിലും, സാഖ്യഭാവത്തിൽ നിന്ന് വാത്സല്യഭാവത്തിലും, വാത്സല്യഭാവത്തിൽ നിന്നൊക്കെ പ്രേമഭാവത്തിലോട്ട് എത്തുന്നത്. കാരണം ഗൗരംഗ നിത്യാനന്ദ നമ്മളിൽ ഒരാളായി, നമ്മൾ അവരിൽ ഒരാളായി. അപ്പൊ നമ്മളൊരു ആ ദാസ്യഭാവം പതുക്കെ 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 മുമ്പോട്ട് പോകുന്നു. ഇതാണ് ശരിക്കും ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. അങ്ങനെയാണ് ഭക്തി നമുക്ക് കിട്ടുന്ന, പ്രേമം കിട്ടുന്നത്. ഭക്തി എല്ലാവർക്കും കിട്ടും, പക്ഷെ പ്രേമം കിട്ടാൻ വളരെ പ്രയാസമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഗൗരംഗന്റെ നിത്യാനന്ദയും കൃപ. അപ്പോ കാരണം കലിയുഗത്തിൽ ജനിച്ച ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ ഗൗരംഗ നിത്യാനന്ദ എന്ന നാമം ജപിക്കാൻ കഴിയും. അപ്പൊ കലിയുഗത്തിൽ ശരിക്കും നാം എല്ലാവരും ഭയങ്കര ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ടാണ് നാം പ്രഭുപാദിന്റെ ശിഷ്യഗണങ്ങളെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ആരാധിക്കേണ്ടത്. കാരണം അവരുടെയൊക്കെ കൃപ കൊണ്ടാണ് നമ്മൾ ഗൗരംഗ നിത്യാനന്ദ എന്ന ഒരു ശബ്ദം കേൾക്കുകയും ഉച്ചരിക്കുവാനും നമുക്ക് സാധിച്ചേ. അല്ലാതെ നാം കേരളത്തിൽ എത്ര പേർക്കറിയാം ഗൗരംഗൻ നിത്യാനന്ദ? ഞാൻ ഗൾഫിൽ പോയതിനു ശേഷമാണ് ഞാൻ ഗൗരംഗ എന്നൊരു നിത്യാനന്ദ എന്ന് പറഞ്ഞ ശബ്ദം കേൾക്കുന്നത് തന്നെ. നോക്കൂ, അപ്പൊ ഞാൻ റിട്ടയർഡായി പോരുന്ന സമയത്ത് ഞാൻ അവരോട് പറയാറുണ്ട്, എനിക്ക് യാതൊരു സങ്കടവും ഇല്ല, പോരുമ്പോൾ ഞാൻ സന്തോഷമാണ്. കാരണം എനിക്ക് ഗൗരംഗ നിത്യാനന്ദന്റെ പേരെങ്കിലും കേൾക്കാൻ സാധിച്ചല്ലോ, അതിൽ ഞാൻ ഭാഗ്യവാൻ. നാട്ടിൽ നിന്നാ ഞാൻ എവിടെ കേൾക്കാനാ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മുടെ കലിയുഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് നമ്മൾ. കാരണം ധന്യ കലിയുഗേരെ ചൈതന്യ അവതാർ ഭവസിന്ധുപാർ, ഭവസമുദ്രത്തിൽ നിന്നും കരകയറ്റും ജയ് ജാവേക്കെ ജാവേര ഭായി ഭവസിന്ധുപാർ എന്ന് വെച്ചാൽ ലോചനദാസ് ഠാക്കൂർ വിളിക്കുന്നു, ആരാണ് ഈ ബോട്ടിൽ കയറാൻ തയ്യാർ? അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിന്റെയും ബോട്ടിൽ ഏതൊരു വ്യക്തി കയറാൻ തയ്യാറാണ്? ആര് കയറാൻ തയ്യാർ? ഈ ബോട്ട് ഭക്തി, ഈ ബോട്ട് ഹരിനാമ സങ്കീർത്തനം. ഏത് ബോട്ടാണ്? ഹരിനാമ സങ്കീർത്തനം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന നാമം, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന നാമം ഉച്ചാരിക്കുന്ന ഇതി ഷോഡശൂക്തം കലി കൽമശനാശിനി നരതരോപായം സർവവേദേശി വൃത്തിയത്. ഈ 16 അക്ഷരമാകുന്ന ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ ഏതൊരു വ്യക്തി ശരണാഗതി പ്രാപിക്കുമോ അത് സർവശാസ്ത്രത്തിൽ കൂടിയും പറയുന്ന എല്ലാ വ്യക്തികളും കാണിച്ചു തരുന്നു. ഈ നാമത്തിൽ ശരണാഗതി പ്രാപിക്കണം. അങ്ങനെയുള്ള ആ ശരണാഗതി പ്രാപിച്ച ബോട്ടിൽ ഏതൊരു വ്യക്തി കയറുന്നുവെങ്കിൽ നിസ്സാരമായി
ഭവസാഗരം മറികടക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. മറികടക്കും. പ്രബോധാനന്ദ സരസ്വതി പറയുന്നു, പ്രേം നാം നാമം അത്ഭുതാർത്ഥ ശ്രവണ പാതക് യഥാ കസ്യാനാം നോ മഹിനോ കേ വാദാ കച്യസ്യ വൃന്ദാവൻ വന വിപിന മഹാ മാധുരിഷു പ്രേവൈസ്തഹാ കോവ ജാനാത് രാധാ പരമരസ ചമത്കാര മാധുര്യ സീമ ഏക ചൈതന്യ ചന്ദ്ര പരമ കരുണയ അവിച്ചകര എന്ന് വെച്ചകാര. കൃഷ്ണപ്രേമം പ്രാപ്തമാക്കുന്നത് വളരെ ദൂരത്തിൽ, വളരെ ദൂരത്തിലാണ്. കാരണം 4 അക്ഷരം കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. മറ്റുള്ളത് കേൾക്കുന്നുണ്ടോ? ഇല്ല, ഒന്നും കേൾക്കുന്നില്ല മാതാജി. കേൾക്കുന്നില്ല. പ്രഭുവിന് റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു. പ്രഭു കയറട്ടെ. ഹരേ കൃഷ്ണ പ്രഭു. സന്മാജി, പ്രഭുവിന് കറണ്ട് പോയി. പ്രഭു ഇപ്പൊ റീജോയിൻ ചെയ്യും. എല്ലാരും ദയവായി വെയിറ്റ് ചെയ്യണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. കേൾക്കാമോ മാതാജി? ഇപ്പൊ കേൾക്കാം ഓക്കെ. പ്രഭു, ഇപ്പൊ കേൾക്കാം.
ഓക്കെ, ഞാൻ ഓക്കെ അടിച്ചില്ല. അതാണ് ഓക്കെ. ഹരിപോൾ. ഹരേ കൃഷ്ണ. സോറി മാതാജി, ഇവിടെ മഴ, ഇടിമഴയായിരുന്നു, അതാണ് കറണ്ട്. ഹരേ കൃഷ്ണ. കുഴപ്പമില്ല പ്രഭു, കണ്ടിന്യൂ ചെയ്യണം പ്രഭു. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഭിക്ഷാചായ, എനിക്ക് വേണ്ടത് ഹരിനാമം മാത്രമായ ഭിക്ഷയാണ് എന്ന്. ഇവിടെ മതിയാണ് വരുന്നത്. 1. 2, രാധയുടെ കൃഷ്ണന്റെ ലീലയിൽ വൃന്ദാവനിൽ കയറാൻ മഹാപ്രഭുവിന്റെ രാധാകുണ്ഡം ശ്യാമകുണ്ഡം കാണിച്ചു തരുന്നു. അപ്പം രാധാകൃഷ്ണ ലീലയിൽ ഒരു വ്യക്തി കയറണമെന്നും അപ്പൊ നമുക്ക് മഹാപ്രഭുവിന്റെ കൃപയാൽ നമുക്ക് വൃന്ദാകുണ്ഡവും ശ്യാമകുണ്ഡവും കാണിച്ചു തരുന്നു. ബ്രിജ രാധ കൃഷ്ണ സേവാ പാവേ യൈ അഭിലാഷ് കി ഖോവേ ജാനാതി രാധാം പരമരസ ചമത്കാര മാധുര്യ സീമ. രാധ എന്ന സിലബസ് അറിയില്ല. രാധാറാണിയുടെ മഹിമ വ്യാപിച്ചത് ലോകത്ത് പ്രചരിപ്പിച്ചതും വ്യാപിപ്പിച്ചതും മഹാപ്രഭുവാണ്. കാരണം നമുക്കറിയാം, ഭാഗവതത്തില് ചെറിയ ഒരിടത്ത് മാത്രമേ രാധ എന്നൊരു വാക്ക് വേറൊരു ഭാഷയിൽ പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ, എന്തുകൊണ്ട് രാധാമാതാവിന്റെ കാര്യം പറയാത്തതെന്ന് പറഞ്ഞാൽ, സുഖദേവ് ഗോസ്വാമി പറയുന്നുണ്ട്, ഞാൻ അതിൽ പോയി കഴിഞ്ഞാൽ 7 ദിവസം കൊണ്ട് എനിക്ക് പരീക്ഷിത് മഹാരാജിന് ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം 1 വർഷം എടുത്താലും അത് ഭാവം തീരത്തിൽ അത്രത്തോളം അതിൽ മുങ്ങിപ്പോകും. ആയതിനാൽ ഞാൻ പറയുന്നില്ല. അപ്പൊ ഇവിടെ ചൈതന്യ ചരിതാമൃതത്തിലാണ് നമുക്ക് ഈ രാധാഭാവം നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഗൗരംഗ നാഹീത്തെ ധാപദേ ഹോയിത്തോ ജതി ഗൗരംഗ നാഹീത്തോ ദാപിതേ ഹോയിത്തോ കേമേന ഹരിതാം തേ എന്ന് വെച്ചാൽ, രാധാ മഹിമ പ്രേമരസ സീമ ജഗത്തോ ജാനകേ ജിതേ ഗൗരംഗനാം ഹൈത്തോ തവ കേ ഹൈത്തോ എന്ന് വെച്ചാൽ, കേ മന ഹരിതാം തേ. വൈഷ്ണവ ഠാക്കൂർ, ഞാൻ നിങ്ങളുടെ പട്ടിയാണെന്നാണ് പറയുന്നത്. വൈഷ്ണവ ഠാക്കൂറെ, ഞാൻ നിങ്ങളുടെ പട്ടിയാണെന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ പേരിന് വേണ്ടി, അതായത് വൈഷ്ണവര് പറയുന്നത്, എനിക്ക് എത്ര ജന്മം എടുത്താലും, എവിടെ ജന്മം കിട്ടിയാലും ഒരു വൈഷ്ണവന്റെ വീട്ടിൽ ഒരു പട്ടിയായിട്ട് ജന്മം കിട്ടിയാൽ മതി. എനിക്ക് പ്രസാദം കഴിക്കാം, ഹരിനാമം കേൾക്കാം, ഭഗവാന്റെ ഭക്തനെ കാണാം. ഇങ്ങനെയൊക്കെയുള്ള ഭാവമാണ് അവിടാൻ ചൈതന്യ മഹാപ്രഭു പറയുന്നത്. പ്രേമ തത്വം, ധാം തത്വം, രാധാ തത്വം, ഇത് 3 മഹാപ്രഭു നമുക്ക് തന്നത്. പ്രേമതത്വം തരുന്നുണ്ട്, ധാമതത്വം തരുന്നുണ്ട്, രാധാ തത്വം തരുന്നുണ്ട്. ഈ 3 തത്വം നമുക്ക് തരുന്ന അദ്ദേഹം. കാരണം പ്രബോധാനന്ദ സരസ്വതി പറയുന്ന മഹാപ്രഭു ഏക ചൈതന്യ ചന്ദ്ര പരമ കരുണായ സർവം അവിച്ഛാകാരണ എന്ന് വെച്ചാൽ, പ്രബോധാനന്ദ സരസ്വതി പറയുന്നു, ഒരേ ഒരു ചൈതന്യം ബ്രിജപ്രേമം തന്നത്. രാമൻ കൃഷ്ണൻ തന്നില്ല ബ്രിജപ്രേമം. കൃഷ്ണൻ ലീല കാണിച്ചു, പക്ഷെ വൃജപ്രേമം തന്നിട്ടില്ല. മര്യാദ പുരുഷോത്തമൻ ലീലകൾ കാണിച്ചു തന്നു, പ്രേമം തന്നിട്ടില്ല. എന്നാൽ നമ്മ ഓരോരുത്തർക്കും വൃജലീലയിലെ പ്രേമം തന്നത് മഹാപ്രഭുവാണ്. നോക്കൂ, അതാണ് പറയുന്നത്, ഈ ഗൗഡിയ സമ്പ്രദായം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പ്രേമരസം എന്ന് പറയുന്നത് ഇതെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ, ശരിക്കും PhD എന്ന് പറയാൻ കാരണം, ഈ ഒരു ഭാവത്തിന്റെ ആ പരമ തലത്തിലേക്ക് പോകുമ്പോഴേ നമുക്ക് അറിയുള്ളൂ എന്താണ് ഈ രസം എന്നുള്ളത്, ഈ പ്രേമം എന്നുള്ളത് നമുക്ക് പറയാം. അതുകൊണ്ട് ചൈതന്യ ചരിതാമൃതം രസതത്വമാണെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇവിടെ പ്രേമ പ്രബോധാനന്ദ സ്ഥലത്തിൽ പറയുന്ന പിന്നെ ശ്രീകൃഷ്ണ ചൈതന്യ കൃപായെ കരോഹി വിചാർ കൈയിലെ ചിത്ത പാപേ തുമി ചമത്കാർ നാച്ചോ ഗാവോ ഭക്ത സംഘേ കൊരേ സങ്കീർത്തൻ അചീരത പാപ തുമി. കൃഷ്ണ രച, ഹരിനാമം ജപിക്കൂ, പ്രസാദം കഴിക്കൂ, ഭക്തസംഘം ചെയ്യൂ, തീർച്ചയായും രാധാകൃഷ്ണന്റെ ആ പാദകമലം പ്രാപ്തമാകും. ഇതാണ് മുർസി. അപ്പൊ നമ്മൾ ഹരിനാമം കഴിക്കൂ, ഭക്തസംഘം ചെയ്യൂ, പ്രസാദം കഴിക്കുകയുള്ളൂ. ഹരിനാമം നമ്മൾ കഴിക്കുകയല്ല, കുടിക്കുക ചെയ്യുന്നത്, കൃഷ്ണാമൃതം കുടിക്കുക ചെയ്യുന്നത്. അപ്പൊ എന്താണ്, നമുക്ക് രാധാകൃഷ്ണന്റെ ആ പാദകമലത്തില്
പ്രാപ്തി നമുക്ക് കിട്ടും. ഇതാണ് മെർസി, ഇതാണ് കൃപ, ഇതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ. നിത്താ ഗൗര ഭക്തവൃന്ദ, അവരുടെ ഒരു കൃപ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്. പരമകരുണ ബഹുതുയി ജാന നിത്തായ് ഗൗരചന്ദ്ര ശബ അവതാർ സരശിരോമണി കേവല ആനന്ദ ഭജേ ഭജനായി ചൈതന്യ നിതായി സുദൃഢ വിശ്വാൻ കുരി വിഷയചര്യ ചരാസമായി സെമാച്ചിയ മുഖേ ബോലോ ഹരി. ഇങ്ങനെയുള്ള മൂഡ് വരണമെങ്കിൽ ചൈതന്യ ചരിതാമൃതം പഠിക്കണം. അപ്പം രാധാകൃഷ്ണന്റെ നിത്യാനന്ദ പ്രഭുവിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രേമലീലയുടെ തത്വത്തിലേക്ക് മുങ്ങിത്താഴാൻ സാധിക്കുകയുള്ളൂ. കാരണം രാധാകൃഷ്ണൻ ഒന്നാണ്. ഭക്തിയുത സേവയുടെ രുചി ആസ്വദിക്കാൻ രണ്ടായി വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ രാധയും കൃഷ്ണനും വ്യത്യാസമില്ല, അവരൊന്നാണ്. ഭക്തിയുത സേവയുടെ ആ രുചി ആസ്വദിക്കാനായിട്ട് വരുന്നു. ഹരേ കൃഷ്ണ. മാതാജി സമയമുണ്ടോ? ഹരേ കൃഷ്ണ. ഇനി ചൈതന്യ മഹാപ്രഭു തന്റെ ശിഷ്യരുമായിട്ട് പട്ടണത്തിൽ നടക്കുന്നത് എങ്ങനെ? കൃഷ്ണലീലയില് കൃഷ്ണനും ഗോപന്മാരും എങ്ങനെ നടക്കുന്നു, അപ്രകാരം അദ്ദേഹം ചൈതന്യ ലീലയിലും തന്റെ ശിഷ്യരുമായിട്ട് പട്ടണത്തിൽ നടക്കുന്നു. വിസ്മയജനകമായ ഒരു കാഴ്ചയായിരുന്നു. അദ്ദേഹത്തിന് ആരോടും ഒന്നും ചോദിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ജനങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കും. അപ്പൊ ചൈതന്യ മഹാപ്രഭു എല്ലായിടത്തും ചെന്ന് പറയും, ഞാനൊരു പാവപ്പെട്ട ബ്രാഹ്മണനാണ്, ഒരു പണ്ഡിതനാണ്, എൻ്റെ ഈ പൈസ ഒന്നുമില്ല, നിങ്ങൾ തന്നാൽ ഞാൻ സ്വീകരിക്കും. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എല്ലാവരും കൊടുക്കും. അദ്ദേഹത്തെ അദ്ദേഹം ഒരുപോലെ കണ്ടിരുന്നു. ആരുടെ വീടാണെങ്കിലും കതകിൽ തട്ടിയാൽ തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ച് ഇരിപ്പിടം നൽകുമായിരുന്നു. ഒരു നെയ്ത്തുകാരന്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ അയാൾ സന്തോഷത്തോടെ പ്രണാമം അർപ്പിക്കും. കാരണം ഒരു മഹാനായ വിദ്വാനാണ് തൻ്റെ വീട്ടിൽ സന്ദർശിച്ചിരിക്കുന്നത്. അയാൾ ചോദിക്കും, അങ്ങക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം ചൈതന്യ മഹാപ്രഭു പറയും, എന്തൊക്കെ തുണിത്തരങ്ങളാണ് നിന്റെ കയ്യിലുള്ളത്? പുതിയത് വല്ലതുമുണ്ടോ? ഈ ധോത്തി ഞാൻ എടുക്കാം. ഒരു 10 ദിവസം കൂടുമ്പോൾ പുതിയ വസ്ത്രം വാങ്ങും. നന്നായി ഒരുങ്ങി നടക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. അതാണ് മഹാപ്രഭുവിന്റെ ഭക്തര് എപ്പോഴും വൃത്തിയായിട്ട് നന്നായിട്ട് നടക്കുന്നത്. മഹാപ്രഭുവിന് നന്നായി വൃത്തിയായി നടക്കുന്നത് വളരെ ഇഷ്ടമുള്ളതാണ്. 10 ദിവസം കൂടുമ്പോൾ അദ്ദേഹം ഡ്രസ്സ് മാറിക്കൊണ്ട് പുതിയത് എടുക്കും. അത് അദ്ദേഹത്തിന് എല്ലാം ഫ്രീ ആണ്. അതുകൊണ്ട് പ്രഭു വില ചോദിക്കുമ്പോൾ തയ്യക്കാരൻ പറയും, ഇതിന്റെ വില അങ്ങേക്ക് അറിയാമോ? ഇഷ്ടമുള്ളത് തന്നാൽ മതി. പ്രഭു വിലയായി കുറച്ച് ശംഖ് കൊടുക്കും. അക്കാലത്ത് പൈസ അങ്ങനെ ഉപയോഗിച്ചിരുന്നില്ല. അദ്ദേഹം പുതിയ വസ്ത്രം ധരിച്ച് പഴയത് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കും, മഹാപ്രസാദം. അതിനുശേഷം ഗോപാലകരെ സന്ദർശിക്കും. ഗോപാല എന്ന് ഉച്ചത്തിൽ വിളിച്ചാണ് അവരുടെ അടുത്ത് പോവുക. അപ്പോൾ അവർ പറയും, ഹായ് നിമായി, പണ്ഡിതൻ വന്നു. നല്ലൊരു ഇരിപ്പിടം കൊടുത്ത് കാൽ കഴുകി പ്രണാമം കൊടുക്കും. ചൈതന്യ മഹാപ്രഭു പറയും, പാലും തൈരും നെയ്യും പാൽക്കെട്ടിയും തരൂ, പക്ഷേ നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പോൾ അവർ പറയും, അത് സാരമില്ല. അങ്ങനെ ശിഷ്യർക്കും ഇരിപ്പിടം കൊടുത്ത് പലവിധം പാൽ ഉൽപ്പന്നങ്ങൾ നൽകും. അങ്ങനെ വളരെ രസകരമായിരുന്നു അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച. അതിനുശേഷം ചൈതന്യ പട്ടണത്തിലൂടെ തൻ്റെ യാത്ര തുടരും. ചിലപ്പോൾ ചൈതന്യ മഹാപ്രഭു സുഗന്ധ തൈല വ്യാപാരികളെ സന്ദർശിക്കും. അവരും പ്രഭുവിനെ നന്നായി സ്വീകരിച്ചിരുത്തും. അപ്പോൾ പ്രഭു ചോദിക്കും, എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? വ്യാപാരി പറയും, എൻ്റെ കയ്യിലുള്ള തൈലം ഇന്ന് ഉറങ്ങി എഴുന്നേറ്റ് നാളെ രാവിലെയും അതിന്റെ സുഗന്ധമുണ്ടാവും, ഇല്ലെങ്കിൽ പൈസ തിരിച്ചു തരുന്നതാണ്. ചൈതന്യ മഹാപ്രഭു പറയും, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ഞാനൊരു ദരിദ്രനായ ബ്രാഹ്മണനാണ്, ഒരു പാവം വിദ്വാനാണ്. ചൈതന്യ മഹാപ്രഭുവിനെ കാണുമ്പോൾ തന്നെ അവർ അലിയും. വളരെ കഠിന നിഷ്ഠകൾ അനുഷ്ഠിച്ചതിന് ശേഷമാണ് അവർക്ക് നവദ്വീപിൽ വരാൻ ഭഗവാനുമായി ഇത്രയും അനൗപചാരികമായി ഇടപെടാനും സാധിച്ചത്. കാരണം ഇതെല്ലാം കൃഷ്ണലീലയില് രാമലീലയിലും ഒക്കെ ഉള്ള ഭക്തരായിരുന്നു നവദ്വീപിൽ വന്നിട്ടുള്ളത്. കാരണം നവദ്വീപ് നമുക്കറിയാം, രാധാറാണി സൃഷ്ടിച്ചതാണ്.
അപ്പൊ അതുകൊണ്ട് അവിടെ വരുന്നിട്ടുള്ള ഭക്തരെല്ലാം മഹാഭാഗ്യവാന്മാർ. അതുകൊണ്ടാണ് ഇങ്ങനെ മഹാപ്രഭുവുമായിട്ട് ഇടപെടാനായിട്ടുള്ള അവസരം അവർക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. അപ്പൊ പ്രഭു ഇവരുടെ എല്ലാം വീട് സന്ദർശിച്ച് അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കും. ശിഷ്യന്മാർക്കും അവർ തൈലം കൊടുക്കും. അത് അവർ പ്രഭുവിന്റെ ദേഹത്ത് പുരട്ടും. പിന്നെ അദ്ദേഹം പട്ടണത്തിലൂടെയുള്ള തന്റെ യാത്ര തുടരും. അപ്പോൾ മറ്റുള്ളവർ പറയും, നിമായി പണ്ഡിതൻ വരുന്നുണ്ട്, കൂട്ടുകാരുമായി വരുന്നു, ഒരു സിംഹത്തെ പോലെയാണ് അദ്ദേഹത്തിനെ കാണാൻ എന്ന് നാട്ടുകാർ പറയും. അതിനുശേഷം കാട്ടിൽ പോയി അവിടെ പൂമാല കൊടുക്കുന്ന ആളെ കാണും. ബഹുമാനത്തോടെ അയാൾ പ്രഭുവിന് ഇരിപ്പിടം കൊടുക്കും. അപ്പോൾ പ്രഭു പറയും, ഈ പാവം ബ്രാഹ്മണന് ഒരു മാല ഉണ്ടാക്കി തരൂ, പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല, ഇത് മുഴുവൻ അങ്ങേക്കുള്ളതാണ്. ഈ പ്രകാരം ചൈതന്യ മഹാപ്രഭു അവരെയെല്ലാം അനുഗ്രഹിച്ചിരുന്നു. പിന്നെയും അദ്ദേഹം ശിഷ്യന്മാരുടെ കൂടെ നടത്തം തുടരും. പിന്നെ വെറ്റില കച്ചവടക്കാരന്റെ അടുത്ത് പോവും. പതിവ് പോലെ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തും. എന്നിട്ട് പലതരത്തിലുള്ള വെറ്റില മുറുക്കാൻ ഉണ്ടാക്കി കൊടുക്കും. അത് സ്വീകരിച്ച് പ്രഭു അവരെയെല്ലാം അനുഗ്രഹിക്കും. ഇപ്രകാരം തന്റെ അനുയായികളുടെ കൂടെ ഭഗവാൻ എല്ലാവരെയും സന്ദർശിക്കും. ഭഗവാൻ കൃഷ്ണൻ മധുരയിൽ നടക്കുമ്പോൾ എല്ലാവരും കാണാൻ വരുന്നത് പോലെ ചൈതന്യ മഹാപ്രഭു നവദ്വീപിൽ നടക്കുമായിരുന്നു. ഓരോ വ്യക്തിക്കും ചൈതന്യ മഹാപ്രഭുവിനെ അറിയാമായിരുന്നു. പ്രഭു ഇനിയും തങ്ങളെ സന്ദർശിക്കാൻ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു. എല്ലാ ദിവസവും അവരെ സന്ദർശിക്കാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ സാവകാശം എല്ലാ വീടുകളും അദ്ദേഹം സന്ദർശിച്ചിരുന്നു. ഓക്കെ, 5 മിനിറ്റ് കൊണ്ട് നിർത്താൻ പ്രഭു. ഒരു ദിവസം ഭാവി കാര്യങ്ങൾ പറയാൻ കഴിവുള്ള ഒരു ജ്യോതിശാസ്ത്രജ്ഞനെ പ്രഭു സന്ദർശിച്ചു. എന്നിട്ട് ഭവ്യതയോട് ചോദിച്ചു, അങ്ങ് ഒരു പണ്ഡിതനാണ്, ഭൂതം ഭാവി വർത്തമാനമെല്ലാം അറിയാം. പൂർവ്വജന്മത്തിൽ ഞാൻ ആരായിരുന്നു എന്ന് പറയാൻ കഴിയുമോ? തനിക്ക് ജ്ഞാനദൃഷ്ടി ലഭിക്കാനായി ജ്യോതിഷി ഗോപാലകൃഷ്ണ മന്ത്രം ജപിച്ചു. ചൈതന്യ മഹാപ്രഭുവിനെ നോക്കി കണ്ണുകളടച്ച് ധ്യാനം ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് ശംഖ്, ചക്ര, ഗദാ, പത്മത്തിന്റെ ദൃഷ്ടിയിൽ തെളിഞ്ഞു വന്നു. അങ്ങനെ താമരപ്പൂ, ശംഖ്, ഗദ, സുദർശന ചക്രം ഇവ പിടിച്ച് നിൽക്കുന്ന ഭഗവാൻ നാരായണനെയാണ് കണ്ടത്. അദ്ദേഹം അത്ഭുത പരതന്ത്രനായി. പിന്നീട് അദ്ദേഹം ജയിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ടു. നാരായണൻ വസുദേവരുടെയും ദേവകിയുടെയും കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞായി മാറി. കുലം കുത്തി ഒഴുകുന്ന നദി മുറിച്ചു കടന്ന് വസുദേവർ നീല നിറമുള്ള ആ കുഞ്ഞിനെ ഗോകുലത്തിലുള്ള നന്ദനും യശോദയ്ക്കും കൊടുത്തു. ആ കുഞ്ഞ് വളർന്നു വരുന്നതും യശോദ കുഞ്ഞിനെ മുലകൂട്ടുന്നതും കണ്ടു. പിന്നെ ആ കുഞ്ഞ് വലുതായി കാനനത്തിൽ പോകുന്നതും വേണു ഊതുന്നതും പശുക്കളെ മേയ്ക്കുന്നതും രാസലീലയിൽ നൃത്തം ചെയ്യുന്നതും കണ്ടു. ഇങ്ങനെ കൃഷ്ണലീല മുഴുവൻ കണ്ടു. താൻ എന്താണ് ഈ കാണുന്നത് അദ്ദേഹം വിചാരിച്ചു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ചൈതന്യ പ്രഭുവിനെയാണ് മുന്നിൽ കാണുന്നത്. ഹരേ കൃഷ്ണ. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. ഞാൻ ഒരു ശ്ലോകമേ എടുത്തുള്ളൂ. ചൈതന്യ ലീലയാണിത് മൊത്തം. വളരെ മധുരമായ ലീലകളാണ്. ആർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് അടുത്ത ക്ലാസ് കാണും 6 മണിക്ക്. ഇടയ്ക്ക് ഒരു മുറിവ് വന്ന്, കാരണം കറണ്ട് പോയതാണ്. ഇവിടെ ഭയങ്കര മഴയാണ്. പിന്നെ മൊബൈൽ ഡാറ്റ എടുത്തതാണ് അത്രയും താമസിച്ചത്. ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. ഈ ബുക്ക് കിട്ടുന്ന സ്ഥലം എവിടെ? ഹരേ കൃഷ്ണ. ഉണ്ണികൃഷ്ണൻ പ്രഭുവിനെ ഞാൻ വിളിക്കാം പ്രഭു, ഞാൻ പറഞ്ഞു തരാം അത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശരി. വാഞ്ചാകൽപതരുപേക്ഷ കൃപാസുന്ദരവച പതിദാന പാവനേപി വൈഷ്ണവേപി. നാളെ രാവിലെ കാണാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. Thank you, Prabhuji. Thank you for the wonderful part. Thank you, Prabhu. Hare Krishna. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ ഹോ. അതായത് ക്ഷമിക്കണം പ്രഭു, ഈ കറണ്ട് പോയ കുഴപ്പമായത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം. ഒരു വിഷയമല്ല, അതൊക്കെ നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു ഇത്രയും എനക്കെട്ട് എടുക്കുന്നത് തന്നെ പുണ്യം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്റെ ധർമ്മമല്ലേ. നിങ്ങൾ അവസരം ഹരേ കൃഷ്ണ. ഹരി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ ഹോ. ജയ ഹോ. ജയ ഹോ. ഹരി ഹോ. ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.